മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി. കോഴിക്കോട് താമരശ്ശേരി ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റു. ഡോക്ടർ വിപിന്റെ തലയ്ക്കാണ് വെട്ടേറ്റത്. താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട് മരിച്ച 9 വയസ്സുകാരിയുടെ അച്ഛൻ സനൂപാണ് ആക്രമിച്ചത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഡോക്ടറുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്? എപ്പോഴായിരുന്നു ഈ സംഭവം? കാര്യമായ പരിക്കുണ്ടെങ്കിലും ഡോക്ടറുടെ ആരോഗ്യനില സ്ഥിരതയുള്ളതാണ്, അതായത് സ്റ്റേബിൾ ആണ് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും പിന്നീട് അവിടെ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുവന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് സംഭവം നടന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ നേരത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവായ സനൂപ് എത്തുകയും ആശുപത്രിയിലൊക്കെ കുറച്ച് ഭാഗം തെരഞ്ഞു നടന്ന ശേഷം പിന്നീട് ജൂനിയർ ഡോക്ടറായ വിപിനെ വെട്ടുകയുമായിരുന്നു. പിന്നീട് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ തന്റെ കുട്ടി മരിക്കാൻ കാരണമായത് ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ചികിത്സാ നിഷേധമായിരുന്നു, അല്ലെങ്കിൽ സമയോചിതമായ ഒരു ഇടപെടൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാത്തതാണ് തന്റെ കുഞ്ഞിന്റെ ജീവൻ നഷ്ടമാകാൻ കാരണമെന്നാണ് സനൂപ് പറഞ്ഞത്. ആശുപത്രി സൂപ്രണ്ടിനെ ലക്ഷ്യം വെച്ചാണ് താൻ ആശുപത്രിയിലേക്ക് വന്നത്. എന്നാൽ സൂപ്രണ്ടിനെ കാണാതെ വന്നപ്പോൾ ആണ് ജൂനിയർ ഡോക്ടറായ വിപിനെ വെട്ടിയതെന്ന് ഇയാൾ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കാര്യം മാത്രമാണോ, അല്ലെങ്കിൽ ഈ ചികിത്സാ നിഷേധം എന്ന ഇയാളുടെ ന്യായീകരണം മാത്രമാണോ ഇതിന്റെ പിന്നിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും പോലീസ് പറയുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 14-നാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 9 വയസ്സുകാരി മരിച്ചത്. നേരത്തെ സ്കൂളിൽ നിന്നും വന്നപ്പോൾ പനി ലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു കുട്ടിയെ പ്രവേശിപ്പിച്ചത്. അവിടെ നിന്നും പനിക്കുള്ള മരുന്ന് നൽകി ഡോക്ടർമാർ മടക്കി. പിന്നീട് വീണ്ടും വീട്ടിലെത്തിയ ശേഷം കുട്ടിയുടെ ആരോഗ്യനില വഷളാവുകയും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് തന്നെ എത്തിക്കുകയും ചെയ്തു. അവിടെ എത്തിച്ചപ്പോൾ വേണ്ട രീതിയിൽ ഡോക്ടർമാർ പരിഗണിച്ചില്ല എന്ന പരാതി അന്ന് തന്നെ സനൂപ് നമ്മളോടൊപ്പം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഈ ശരീരത്തിൽ ട്രിപ്പ് ഇടാൻ പറഞ്ഞപ്പോൾ പോലും അവർ അതിന് തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത്. ശരി, MS അനീഷ് കുമാറാണ് വിശദവിവരങ്ങൾ നൽകിയത്.